ഇടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭായനം എന്ന പേരിൽ സ്കോളർഷിപ്പ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ, വാർഡ് മെമ്പർ പി കെ മോഹനൻ, PTA പ്രസിഡന്റ് സെബാസ്റ്റ്യൻ, SMC ചെയർമാൻ അനിൽകുമാർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന OSAPS പ്രസിഡന്റ് VM ബൈജു, സെക്രട്ടറി PF ലോറൻസ്, മറ്റ് OSAPS പ്രതിനിധികൾ, PTA, MPTA, SMC ഭാരവാഹികളും സ്കോളർഷിപ്പിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും സന്നിധരായിരുന്നു. സ്കോളർഷിപ്പ് പരിശീലനത്തിന് OSAPS നൽകുന്ന സാമ്പത്തിക സഹായമായ 25,000 രൂപ പ്രസിഡന്റ് VM ബൈജുവും സഹഭാരവാഹികളും ചേർന്ന് നൽകിയ ചെക്ക് HM വിജി ടീച്ചർ, PTA പ്രസിഡന്റ്, പരിശീലന കോർഡിനേറ്റർ എന്നിവർ ഏറ്റുവാങ്ങി. തുടർന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥിയും കേരള പോലീസ് റിട്ടയർഡ് അസിസ്റ്റന്റ് കമാൻഡന്റ് ഇൻചാർജ് PG അജയ് കുമാർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. സംഘടിപ്പിച്ചിരുന്നു. അതിനകത്തും ഞങ്ങൾ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികളെ കുറെ കുട്ടികളാണ്. അപ്പൊ അവര് പ്രായമായി, എന്നാലും ഞങ്ങൾക്ക് ഇപ്പോഴും ഈ സ്കൂളിലേക്ക് കയറുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും കുട്ടികളെ ഇതിന്റെ ഘടനയിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന് മാത്രം പരിശീലനം നൽകുന്ന ഒരു പരിശീലന ക്ലാസ് നമ്മുടെ സ്കൂളിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ആ ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം സമയപരിധിയും അധ്യാപകർക്കുള്ള മറ്റ് ഏറെ പാഠ്യേതര പ്രവർത്തനങ്ങളെല്ലാമായിട്ട് കുട്ടികളെ അതിന് വേണ്ട രീതിയിൽ പരിശീലനത്തിന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾക്ക് ആ വിജയത്തിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ഒരു സംഘടനയെ കുറിച്ച് അറിഞ്ഞത്. USSNMMSLE ക്ലാസുകൾ ഓൺലൈനിൽ നടത്തുകയും അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു വടവൃക്ഷം പോലെ താങ്ങും തണലുമായി മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ OSAPS ഇന്ന് ഇവിടെ നമുക്ക് സമീപിക്കുന്നത്. അതിന് അവരോട് ഒരുപാട് നന്ദി പറയുന്നു. ഈ ഒരു കുട്ടികൾ ഇവിടെ ഏകദേശം 15 കുട്ടികൾ NMMS-ലും 20 കുട്ടികൾ USS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കുമായിട്ട് പരിശീലനത്തിന് ഏർപ്പെടുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക പിന്തുണ നൽകിക്കൊണ്ട് OSAPS മറ്റുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ ഒരു മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്കാഡമിക് രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥികളുടെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിനും